ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കുറച്ച് കാലമായിട്ട് ഇന്ത്യയിലധികം മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ കിടന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഹ്യുണ്ടായുടെ കോന എന്ന് പറയുന്ന ഇലക്ട്രിക് SUV. 2019 ഈ വണ്ടി ലോഞ്ച് ചെയ്തത്. അതിനുശേഷം ഹ്യുണ്ടായി വണ്ടി സത്യം പറഞ്ഞാൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം ഇതിന് മേജറായിട്ടുള്ളൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടില്ല. ഈവൻ ചെറിയ മൈനർ ട്വീക്സോ ഫേസ് ലിഫ്റ്റുകളോ അങ്ങനത്തെ ഒരു സംഭവങ്ങളോ അവർ ചെയ്തിട്ടില്ല. ഈ വണ്ടിക്ക് ഇഷ്ടം പോലെ വേരിയേഷൻസ് പുറത്തെ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. പക്ഷേ എന്തായാലും അതിനൊക്കെ മുന്നേ തന്നെ അവർ ഈ ഒരു വാഹനം ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഒരു ഒഫീഷ്യൽ ന്യൂസ് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഹ്യുണ്ടായുടെ ഇപ്പോഴത്തെ വെബ്സൈറ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അവരുടെ എല്ലാ വണ്ടികളും നോർമലി കാണിക്കുന്നതാണ്. പക്ഷേ ഇലക്ട്രിക് എന്ന് പറഞ്ഞൊരു കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആകെ ഐനിക് 5 മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കോന എന്ന് പറയുന്ന പേര് അവരെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഒബ്വിയസ്ലി ഇനിയിപ്പോൾ നമുക്ക് വെബ്സൈറ്റിൽ പോയി വണ്ടി ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡീലർഷിപ്പിൽ പോയി ബുക്ക് ചെയ്യാനാണെങ്കിൽ തന്നെ എങ്ങാനും വല്ല വണ്ടിയും ബാക്കിയുണ്ടെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ. കാരണം കുറച്ച് കാലമായിട്ട് നമ്മളിതിൻ്റെ സെയിൽസ് ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം ഈ വാഹനത്തിന് 0 സെയിൽസാണ് കിട്ടിയത്. അതിൻ്റെ കഴിഞ്ഞതിന് മുന്നത്തെ മാസം ഈ വാഹനത്തിന് 0 സെയിൽസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതായത് ഇപ്പോൾ ആർക്കും ഈ വാഹനം വാങ്ങാൻ താല്പര്യമില്ല. മാത്രമല്ല അവരിതിപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുമില്ല. ഈ വാഹനം ഇവിടെ അവർ ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്ന വാഹനമൊന്നുമല്ല. ഇതെങ്ങനെ ഇങ്ങനെ ആയി എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹ്യുണ്ടായി വാഹനത്തെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ആദ്യമായിട്ട് 2019 നമുക്ക് ഈ ഒരു വണ്ടി വരുന്ന സമയത്ത് ഇത് വളരെ യുണീക്കായിട്ടുള്ളൊരു വാഹനമായിരുന്നു. ആ സമയത്തൊക്കെ ഇത് റോഡിൽ കാണുന്ന സമയത്ത് ഞാനും ഇങ്ങനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ഈ വണ്ടി. കാരണം നമ്മളിതുവരെ ഇങ്ങനത്തെ ക്ലോസ്ഡ് ഓഫ് ഗ്രില്ലും അതുപോലെ ഇത്രയും ഒരു ക്രോസ് ഓവർ ടൈപ്പ് SUV പോലത്തെ ഒരു വണ്ടി കണ്ടിട്ടില്ല. ആ സമയത്ത് എനിക്ക് ഇതിൻ്റെ ഡിസൈനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. കാണാനൊക്കെ അത്യാവശ്യം നല്ല രസമുള്ളൊരു വണ്ടിയാണ്. വലിയ സൈസ് ഒന്നുമല്ല. 4.1 മീറ്റേഴ്സിന് താഴെ ഈ വാഹനത്തിന് ലെങ്ത് ഒക്കെ വരുന്നുള്ളൂ. അബോവ് 4 മീറ്റർ ആണ്. നമ്മൾ പെട്ടെന്ന് കണ്ടാൽ തോന്നുമില്ല. ഒരു i20യുടെ ഒക്കെ കറക്റ്റ് ക്രോസ് ഓവർ എങ്ങനെയായിരിക്കും ആ ഒരു ലുക്കാണ് ഈ വാഹനത്തിന്. ശരിക്കും i20യുടെ ക്രോസ് ഓവർ എന്ന് പറയുന്നത് കറക്റ്റാണ്. പക്ഷേ കറക്റ്റ് നമ്മൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെ തോന്നുന്നില്ല. അത് ഹ്യുണ്ടായുടെ SUV ഉണ്ടാക്കാനുള്ള ഡിസൈനിൻ്റെ മികവായിരിക്കും. പക്ഷേ ഈ വണ്ടി നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു കറക്റ്റ് ക്രോസ് ഓവറിൻ്റെ ലുക്കാണ്. അതായിരിക്കും ഈ വാഹനത്തിന് ഫെയിലിയർ ആവാനുള്ള ഒരു റീസൺ. പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നമുക്കിപ്പം അന്നത്തെ കാലത്ത് ഒരു 25 lakhs പ്രൈസ് ചെയ്തൊരു വാഹനമാണ്. 24.95 lakhs സംതിങ് ആയിരുന്നു എൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ആ ഒരു പ്രൈസ് പോയിന്റ് നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഓൺ റോഡ് വരുമ്പോൾ എങ്ങനെയായാലും 26-27 ലക്ഷം രൂപയുടെ അടുത്തേക്ക് പോകും. അത്രയും വില കൊടുത്ത് ഇത്രയും കുഞ്ഞു വണ്ടി എടുക്കുന്ന കാര്യം ആ സമയത്ത് നമ്മൾ ആരും ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് 2019 പോലുള്ളൊരു സമയത്ത് നമുക്കിവിടെ പ്രോപ്പറായിട്ടുള്ള ഇലക്ട്രിക് വണ്ടികളൊന്നും ഇല്ല. ഉണ്ട്, പക്ഷേ എല്ലാം ലോ വോൾട്ടേജ് EVs ആണ്. ഇപ്പോൾ ടാറ്റയുടെ അന്നത്തെ കാലത്ത് ടിഗോർ EV ഒരു ഫ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ലോ വോൾട്ടേജ് ആർക്കിടെക്ചറാണ്. ഇപ്പോഴത്തെ സിട്രോൺ ടെക്നോളജിയും സംഭവങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ മഹീന്ദ്രയുടെ വെറിറ്റോ ഉണ്ടായിരുന്നു. പിന്നെ മഹീന്ദ്രയുടെ തന്നെ E2O പ്ലസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും നമുക്ക് ഹൈ വോൾട്ടേജ് ആർക്കിടെക്ചർ എന്നൊന്നും പറയാൻ പറ്റില്ല. ലിഥിയം അയൺ ബാറ്ററി പാക്ക് ഉപയോഗിച്ച് വന്ന വണ്ടികളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കിലോമീറ്റേഴ്സ് മാത്രമാണ് ഇതൊക്കെ ഓടിയിരുന്നത്. ആൻഡ് കൂടുതൽ വണ്ടികളും ഫ്ലീറ്റ് യൂസിന് വേണ്ടിയൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വെറിറ്റോ ഒന്നും ഞാൻ ഇതുവരെ ഒരു ഫാമിലി യൂസിൽ കണ്ടിട്ടേ ഇല്ല. പിന്നെ കണ്ടിട്ടുള്ളത് പണ്ടത്തെ EVs നമ്മുടെ E2O പ്ലസ് ഒക്കെയാണ്. പക്ഷെ അതും വളരെ വില കൂടുതലായിരുന്നു ആ സമയത്ത് അതിൻ്റെ സൈസൊക്കെ വെച്ച് നോക്കുമ്പം. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഇലക്ട്രിക് വണ്ടികളുടെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് കുറച്ച് കുറവായിരുന്നു എന്ന് പറയാം. കാരണം ഇപ്പോൾ EVസിൻ്റെ പ്രൈസ് ഭയങ്കര ഹൈ ആണ്. പക്ഷെ എന്നാൽ പോലും അന്നത്തെ നമുക്കങ്ങനെ ഇലക്ട്രിക് റെവല്യൂഷനും സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് ആൾക്കാർക്ക് ഇലക്ട്രിക് വണ്ടികൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഡീസൽ ബാൻ ആവുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പെട്രോളിന് 15 വർഷം ലൈഫ് കിട്ടുന്ന പ്രശ്നങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അപ്പം ഇല്ല. മാത്രമല്ല ഫ്യൂവലിൻ്റെ പ്രൈസ് ഇതുപോലെ ഭയങ്കര ആകാശത്തൊന്നുമല്ല നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ EVസിനെ പറ്റി അങ്ങനെ ആലോചിച്ചിട്ടില്ല. ആ സമയത്ത് ഈ വണ്ടി വന്നു. ഒബ്വിയസ്ലി ഇനീഷ്യലി വന്ന സമയത്ത് 2019 ഇല്ലാത്തതുകൊണ്ട് ആരും ഈ വണ്ടി വാങ്ങിയില്ല. അതിനുശേഷം പിന്നെ നെക്സോൺ EV 2020 വന്ന സമയത്തും BS6 എമിഷൻ നോംസ് ആ ഒരു സമയത്ത് വന്നപ്പോഴൊക്കെയാണ് പിന്നെയും EVസിനുള്ളൊരു ഡിമാൻഡ് പതുക്കെ കൂടി തുടങ്ങിയത്. ശരിക്കും ഇന്ത്യയിൽ EVസിൻ്റെ റെവല്യൂഷൻ കൊണ്ടുവന്ന് നമുക്ക് പറയാൻ പറ്റുന്ന നെക്സോൺ EVയിലാണ്. പണ്ട് റെവയൊക്കെ വന്നതാണ് ആദ്യത്തെ ഇലക്ട്രിക് വണ്ടിയൊക്കെ വെച്ച്. അത് 2001 ആ ഒരു സമയത്ത്, അതായത് 2000ങ്ങളിലെ കാലത്തായിരുന്നു ആ ഒരു വാഹനം വന്നത്. ആ സമയത്ത് അതൊരു യൂണീക്കായിട്ടുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. കാരണം ഇലക്ട്രിക് വണ്ടികൾ ആർക്കും അറിയില്ല. ആൻഡ് ഒരു ചെറിയൊരു വണ്ടിയാണ് അവർ ഇറക്കിയത്. അതിന് അക്കാലത്ത് അത്യാവശ്യം വില ഉണ്ടായിരുന്നു. പിന്നെ അതിന് AC അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു സ്റ്റാർട്ട് ഓഫ് പ്രൊജക്റ്റ് പോലെ കൊണ്ടുവന്നൊരു വണ്ടിയാണത്. അത് നല്ലതായിരുന്നു. അതിനുശേഷം പിന്നെ മഹീന്ദ്ര അത് വാങ്ങിച്ചു. ആൻഡ് അതിൻ്റെ പുതിയ ജനറേഷൻ വേർഷൻസ് ആയിട്ട് നമുക്ക് E2 പ്ലസ് ഒക്കെ കിട്ടി. പക്ഷെ എന്നാൽ ഇതൊന്നും അങ്ങനെ വലിയ രീതിയിൽ ഈ രണ്ട് വണ്ടികളൊന്നും ടേക്ക് ഓഫ് ചെയ്തൊന്നുമില്ല മഹീന്ദ്ര ഇറക്കിയിട്ടും. എനിവേ അതൊക്കെ പോട്ടെ, നമുക്ക് ഈ കോനയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ 5 വർഷമായി ഈ വണ്ടി ഇറക്കിയിട്ട്. ആദ്യം പറഞ്ഞ പോലെ ഫേസ് ലിഫ്റ്റുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ വാഹനത്തിന് ഇൻ്റർനാഷണലി 2021 ഒരു മൈനർ ഫേസ് ലിഫ്റ്റ് കിട്ടിയതായിരുന്നു, ചെറിയ കുറച്ച് ഡിസൈൻ ട്വീക്സ് ഒക്കെ വെച്ചിട്ട്. ആൻഡ് അതിന് ശേഷം ഇപ്പോൾ 2024 ആയപ്പോഴേക്കും ഈ വാഹനത്തിന് ഒരു ജനറേഷൻ അപ്ഡേറ്റ് പോലത്തെ മോഡലും ഇൻ്റർനാഷണൽ ലഭിച്ചായിരുന്നു. ആ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ വ്യത്യാസങ്ങൾ ഇതിൻ്റെ പുതിയ ജനറേഷൻ മോഡൽ വന്നിട്ടുണ്ട്. അതായത് ഡിസൈൻ വൈസ് ആണെങ്കിലും അതായത് മൊത്തത്തിലുള്ളൊരു ട്യൂസോൺ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈൻ ഇപ്പോൾ ഈ പുതിയ മോഡലിനായിട്ടുണ്ട്. അതിൻ്റെ
അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും സൈഡ് എവിടെ നോക്കുകയാണെങ്കിലും മൊത്തത്തിൽ നമുക്ക് മാറ്റങ്ങളാണ് കാണാൻ പറ്റുന്നത്. ഹ്യുണ്ടായി ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി ഇതുവരെ പ്ലാൻ ചെയ്തിട്ട് പോലും ഇല്ല. ആൻഡ് ഇതിവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഇത് മൊത്തത്തിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഏകദേശം 65 kWh അടുത്ത് സൈസുള്ള ഒരു ബാറ്ററി പാക്കാണ് ഈ വാഹനത്തിൽ വരുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ക്യാബിനൊക്കെ ഏകദേശം ഐനിക് 5 പോലെയൊക്കെയാണ് കിട്ടുന്നത്. സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ, അതുപോലെ മൊത്തത്തിലുള്ളൊരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ, അതൊക്കെ അകത്തേക്ക് കയറുമ്പം വളരെ അഡ്വാൻസ്ഡ് ആണെന്ന് പറയാം. നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള 2 സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓട്ടോ AC ക്ലൈമറ്റ് പാനലൊക്കെ അത്യാവശ്യം നല്ല മോഡേൺ ആണ്. പ്രീമിയം ലുക്കിംഗ് ആണ് ബേസിക്കലി ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ആൻഡ് ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഇവിടെയുള്ള കോന അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഭയങ്കര ഡേറ്റഡ് ആയിരുന്നു. 2019 ഇറങ്ങിയ സമയത്ത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നെ ഏകദേശം അതുപോലെ ഇരിക്കുന്ന ഡിസൈനാണ് നമുക്ക് ഗ്രാൻഡായിട്ട് ന്യൂസിലൊക്കെ ഉണ്ടായി കൊടുത്തത്. അപ്പോൾ ആ വരയിലുള്ളൊരു വാഹനത്തിലും അതുപോലെ 26-27 ലാക്സോളം ഓൺ റോഡ് വരുന്നൊരു വാഹനത്തിലും സെയിം ഡാഷ്ബോർഡ് ഡിസൈൻ പോലെ ഇരിക്കുന്നത് തോന്നുമ്പം എന്തായാലും നമുക്ക് കുറച്ച് ഒരു ഇത്തിരി മോശമായിട്ട് തോന്നുമല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ ഇൻ്റർനാഷണലി അവർ കോന EV മാത്രമല്ല കൊടുക്കുന്നത്. ഈ വാഹനത്തിൻ്റെ തന്നെ ഇലക്ട്രിക്കും അതുപോലെ ഹൈബ്രിഡും പിന്നെ പെട്രോൾ പവർഡ് മോഡൽസ് അങ്ങനെ ഇഷ്ടംപോലെ വേരിയൻസ് ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ്. നമുക്ക് ഇന്ത്യയിൽ അവർ ഇലക്ട്രിക് മാത്രമാക്കി കൊടുത്തു എന്ന് മാത്രം. ഈ പുതിയ ജനറേഷൻ മോഡൽ K3 പ്ലാറ്റ്ഫോം ബേസ് ചെയ്താണ് വരുന്നത്. ആൻഡ് അവിടെ ഇതിൻ്റെ N വേർഷനൊക്കെ അവൈലബിൾ ആണ്. എന്നു പറയുമ്പോൾ അവർ ഇലക്ട്രിക്കൽ എന്നല്ല ഈ ഐനിക് 5 എന്നൊക്കെ വന്ന പോലെ അല്ലാണ്ട് പ്രോപ്പർ വേറെ അതായത് അവരുടെ പെട്രോൾ പവർഡ് N തന്നെയാണ് കൊടുക്കുന്നത്. ഇതൊരു ഡെഡിക്കേറ്റഡ് സ്കേറ്റ് ബോർഡ് EV പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുന്നൊരു വാഹനമല്ല. പിന്നെ അത്രയും പഴയ വണ്ടി ആയതുകൊണ്ട് നമുക്കൊരിക്കലും അത് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. കാരണം ഇപ്പോഴാണ് ഹ്യുണ്ടായും കിയയൊക്കെ ആ ഒരു EGMP എന്ന് പറയുന്ന ഇലക്ട്രിക് ഗ്ലോബൽ മോഡൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയത്. ആൻഡ് അതിനകത്ത് ബേസ് ചെയ്താണ് നമ്മുടെ ഐനിക് 5 വരുന്നത്. ഇനിയിപ്പോൾ ഹ്യുണ്ടായി ഇന്ത്യയിൽ പുതിയ ഐനിക് 6 ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് ഇൻ്റർനാഷണലി കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത ഒരു കൂപ്പേ സെഡാൻ പോലത്തെ ഒരു വാഹനമാണ്. ആൻഡ് അതിനുശേഷം ഐനിക് 7 വരെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഇൻ്റർനാഷണലി ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇൻ്റർനാഷണലി വന്നു കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ ഉറപ്പായിട്ടും ഒരു കൊണ്ടുവരാൻ ചാൻസ് ഉള്ളൊരു വാഹനം തന്നെയാണ്. ഇനി പുതിയ കോന ഇന്ത്യയിലേക്ക് വരൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ചാൻസ് വളരെ വളരെ കുറവാണ്. കാരണം ഹ്യുണ്ടായി ഓൾറെഡി ഇന്ത്യക്ക് വേണ്ടി ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു EVയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ക്രെറ്റ EV. ക്രെറ്റയിൽ ഇപ്പോൾ നമുക്ക് മറ്റേ എക്സോസ് പൈപ്പ് ഇല്ലാത്ത മോഡൽസൊക്കെ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ടും ക്രെറ്റ EV തന്നെയാണ്. ആൻഡ് ഈ ക്രെറ്റ അവർ ഇന്ത്യയിൽ ഓൾറെഡി ലോക്കലൈസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട് ബാക്കി വണ്ടി ഉണ്ടാക്കാൻ അവരുടെ ചിലവ് സെയിം തന്നെയായിരിക്കും. ഇപ്പോൾ പാർട്സും ബാക്കി സാധനങ്ങളൊക്കെ. കോന പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. മൊത്തത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ അകത്ത് വരുന്ന ബാറ്ററി പാക്കൊക്കെ അവരിപ്പോൾ പുറത്തുനിന്ന് സോഴ്സ് ചെയ്യുകയാണെങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് മാത്രമേ ആഡപ്പ് ആവുള്ളൂ. അതുകൊണ്ട് പൊതുവേ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ നമുക്ക് ക്രെറ്റ EV ഇറക്കാൻ പറ്റും. അതായത് അഫോർഡബിൾ എന്ന് പറയുമ്പോൾ 10-15 ലക്ഷം രൂപയ്ക്ക് കിട്ടുമെന്ന് വിചാരിക്കരുത്. ഒരു 18-25 ലാക്സിൻ്റെ ഇടയിൽ തന്നെ ആയിരിക്കും ഇത് വരുന്നത്. അതായത് നമ്മുടെ MG ZS-EVയുടെ ഒക്കെ ഒരു റൈവൽ പോലെ. ZS-EVയുടെ പ്രൈസ് ഇപ്പോൾ 18 ലാക്സിന് അടുത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ് മോഡലിൻ്റെ. ഏകദേശം ആ ഒരു റേഞ്ചിലായിരിക്കും ക്രെറ്റ EVയുടെ തുടങ്ങാൻ പോകുന്നത്. മാക്സിമം 25 ലാക്സ് വരെയും പോകാം പ്രൈസ്. ബാക്കി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ഓൾറെഡി ഹ്യുണ്ടായി ക്രെറ്റയിൽ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അക്കാര്യത്തിലൊന്നും നമുക്ക് വേറെ നോക്കാനുമില്ല. ഇത് വരികയാണെങ്കിൽ നല്ലൊരു അറ്റംപ്റ്റ് ആയിരിക്കും. കാരണം ഹ്യുണ്ടായി ഇതുവരെ ഇന്ത്യയിൽ ബഡ്ജറ്റ് റേഞ്ചിൽ അങ്ങനെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിൽ ഇലക്ട്രിക് വണ്ടികൾ ഇറക്കിയിട്ടില്ല. ഐനിക് 5 ഇവർ ഇന്ത്യയിൽ CKD ആയിട്ട് ഇറക്കി. അത് 45 ലാക്ക് റേഞ്ചിൽ വന്നുകൊണ്ട് ആൾക്കാർ വാങ്ങുന്നുണ്ട്. കിയ നേരെ EV6 ഇവിടെ CBU ആയിട്ട് കൊണ്ടിട്ടു. അതിന് 60-65 ലാക്സിൻ്റെ റേഞ്ച് പ്രൈസ് വന്നു. ആൻഡ് ഓൾ വീൽ ഡ്രൈവ് ഒക്കെ കൊടുത്തു. പക്ഷേ അതങ്ങനെ അധികാരം വാങ്ങിയില്ലെങ്കിലും ഐനിക് 5 നല്ല റിസപ്ഷനാണ് കിട്ടിയത്. അതുപോലെ തന്നെ ക്രെറ്റ EVക്കും നല്ല റിസപ്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ അതാണ് ഹ്യുണ്ടായുടെ ഇപ്പോഴത്തെ കോന EVയുടെ അവസ്ഥ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.